Experiment band gap energy of germanium and silicon. Aim to determine the band gap energy of germanium and silicon using diodes or transistor. ഡയോഡ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ജെർമാനിയം ആൻഡ് സിലിക്കൺ പോലുള്ള സെമി കണ്ടക്ടേഴ്സിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി കാണാനുള്ള മെത്തേഡാണ്. അതിന് വേണ്ട അപ്പാരറ്റസ് ഒരു ഡയോഡ്, പിന്നെ ട്രാൻസിസ്റ്റർ, തെർമോമീറ്റർ, അമീറ്റർ, വോൾട്ട് മീറ്റർ, ഒരു ഹീറ്റിംഗ് സോഴ്സ്, ഇത്രയാണ് വേണ്ടത്. മെയിനായിട്ടുള്ള തിയറി പറയുന്നതിന് മുമ്പ് നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ് എന്താണെന്ന് അറിയണം. ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് സെമി കണ്ടക്ടർ ഡിവൈസസ് വിച്ച് പാസ് കറണ്ട് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. A PN junction diode is formed when a p-type and n-type semiconductor materials are combined together. The PN junction diode എന്ന് പറഞ്ഞാൽ ഒരു p-type and n-type semiconductorൻ്റെ കോമ്പിനേഷനാണ്. The majority carriers of n-type semiconductor are electrons and for p-type semiconductor are holes. n-type semiconductorൻ്റെ majority carriers electrons p-typeൻ്റെ holes ആണ്. The free electrons in the n-type material recombines with holes in the p-type material to form a region called depletion layer with lack of free electrons and holes. n-type മെറ്റീരിയലിലെ ഫ്രീ ഇലക്ട്രോൺസും p-type മെറ്റീരിയലിലെ ഹോൾസും റീകമ്പൈൻ ചെയ്തിട്ട് ഈ പി എന്നിൻ്റെ നടുക്കായിട്ട് ഒരു ലെയർ ഫോം ചെയ്യും. ആ ഒരു ലെയറിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. അവിടെ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് കുറവായിരിക്കും, ഉണ്ടാവില്ല. We know that an n-type material is electrically neutral because the number of free electrons and positive donor ions are same in an isolated n-type material. n-type മെറ്റീരിയലും അതുപോലെ തന്നെ p-type മെറ്റീരിയലും രണ്ടും ഇൻഡിവിജ്വലി അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. കാരണം ഇപ്പോൾ n-type മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ n-type മെറ്റീരിയലിലെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും പോസിറ്റീവ് ഡോണർ അയൺസിൻ്റെയും എണ്ണം സെയിം ആയിരിക്കും. അതുപോലെ തന്നെ p-type മെറ്റീരിയൽ നമ്പർ ഓഫ് ഹോൾസും നെഗറ്റീവ് ആക്സെപ്റ്റർ അയൺസിൻ്റെയും എണ്ണം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇൻഡിവിജ്വലി ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. After absorption of the free electrons in n-type side of depletion region, uncovered positive donor ions will remain in there. ഈ n-type റീജിയനിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺസൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അബ്സോർബ് ചെയ്യാത്തതായിട്ടുള്ള പോസിറ്റീവ് ഡോണർ അയൺസ് ഉണ്ടാവും. അതവിടെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും n-type സൈഡ് ഓഫ് ഡിപ്ലീഷൻ റീജിയനിൽ. അതുപോലെ തന്നെ p-type റീജിയനിൽ ഈ അൺകവേർഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആക്സെപ്റ്റർ അയൺസ് ഉണ്ടാവും. അതും അവിടെ p-type സൈഡിൽ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഈ പോസിറ്റീവ് നെഗറ്റീവ് റീജിയൻ്റെ ഇടയിലുള്ള ഈ ഒരു സംഭവത്തിൻ്റെ റീജിയൻ്റെ പേരാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന്. അവിടെ ആ ഒരു പേര് കിട്ടാൻ തന്നെ കാരണം ഡിപ്ലീഷൻ ഓഫ് ഫ്രീ കാരിയേഴ്സ് ഇൻ ദ റീജിയൻ. അവിടെ വെച്ച് ഈ കാരിയേഴ്സിന് ഡിപ്ലീഷൻ സംഭവിക്കുകയാണ്. Due to the presence of these positive and negative ions, a static electric field called as barrier potential is created along the junction. ഈ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് കാരണം ഈ ജംഗ്ഷൻ്റെ ഇടയിലായിട്ട് ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇങ്ങനൊരു പേര് കിട്ടാനുള്ള കാരണം തന്നെ ആ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഫർദർ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് പോസിബിൾ അല്ല. ഇനി വി കണക്ട് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടേജ് സോഴ്സ് ടു ദ p-type സൈഡ് ഓഫ് ദ സെമി കണ്ടക്ടർ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ടു ദ n-type സൈഡ്. p-type സൈഡിലെ സെമി കണക്റ്റഡ് p-type സൈഡ് പോസിറ്റീവ് ടെർമിനൽ ഓഫ് വോൾട്ടേജ് സോഴ്സിലേക്കും നെഗറ്റീവ് സൈഡ് n-type ഓഫ് സെമി പി എൻ ജംഗ്ഷനിലേക്കും കണക്ട് ചെയ്യാണ്. ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ഓഫ് ദ ഡയോഡ്. The barrier potential across the junction acts in the opposite of the forward applied voltage. ഞാൻ പറഞ്ഞു n-type സൈഡിൽ ഇപ്പോൾ ഫിഗറിൽ നോക്കൂ, n-type സൈഡിൽ പോസിറ്റീവ് ഡോണർ അയോൺസ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുകയാണ്, p-typeന് നെഗറ്റീവ് ആക്സെപ്റ്റർ അയോൺസ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് മീൻസ് n-type ടു p-type സൈഡിലേക്കായിട്ട് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് p-type ടു n-typeലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോനെ ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഒപ്പോസ് ചെയ്യുക. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഈ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ ഈ ബാരിയർ പൊട്ടൻഷ്യലിനെ ബ്രേക്ക് ചെയ്ത് p-typeൽ നിന്ന് n-typeലേക്ക് വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വോൾട്ടേജിനാണ് നമ്മൾ ഫോർവേഡ് ബയസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. മീൻസ് there is no forward current through the diode unless the magnitude of the applied voltage becomes more than that of barrier potential known as forward bias voltage. Here forward bias voltage എന്ന് പറയുന്നത് സിലിക്കണിൻ്റെ കേസിൽ 0.7 വോൾട്ടും ജെർമാനിയത്തിന് 0.3 വോൾട്ടും ആണ്. If we apply more forward voltage than forward biased voltage of the diode, then the diode behaves like a closed switch.
ഇറ്റ് ഗീവ്സ് റൈസ് ടു ആൻ അൺകൺട്രോൾഡ് ഫോർവേഡ് കറണ്ട് ത്രൂ ദ ഡയോഡ്. നമ്മൾ പിന്നെ ഫോർവേഡ് അപ്ലൈഡ് വോൾട്ടേജ് കൂട്ടി കൊടുക്കും തോറും ഫോർവേഡ് കറണ്ട് അൺകൺട്രോളബിളി കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇപ്പോൾ ആ ഗ്രാഫിൽ കാണിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു കേസിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. Now connecting the negative terminal of voltage source to p-type side and positive terminal to n-type side. ഈ ഒരു കണ്ടീഷനെയാണ് റിവേഴ്സ് ബയസ് കണ്ടീഷൻ എന്ന് പറയുക. എൻ ടൈപ്പ് സൈഡിലേക്ക് പോസിറ്റീവ് ടെർമിനലും പി ടൈപ്പ് സൈഡിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യാം. ഡ്യൂ ടു അട്രാക്ഷൻ ഓഫ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എൻ ടൈപ്പ് റീജിയൻ ഗോ അവേ ഫ്രം ദ ജംഗ്ഷൻ. പോസിറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ അട്രാക്ഷൻ കാരണം എൻ ടൈപ്പ് റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ദൂരേക്ക് പോകും. അതുപോലെ തന്നെ നെഗറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ അട്രാക്ഷൻ കാരണം പി ടൈപ്പ് റീജിയനിലുള്ള ഹോൾസ് ജംഗ്ഷനിൽ ദൂരേക്ക് പോകും. ദിസ് മേക്സ് ദ ഡിപ്ലീഷൻ ലെയർ ഓഫ് ജംഗ്ഷൻ വൈഡർ വിത്ത് ഇൻക്രീസിങ് റിവേഴ്സ് ബയസ്ഡ് വോൾട്ടേജ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിവേഴ്സ് ബയസ്ഡ് വോൾട്ടേജ് കൂട്ടി കൊടുക്കും തോറും ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടേയിരിക്കും. ഇൻ ദ സിറ്റുവേഷൻ ദ കറണ്ട് ഡസ് നോട്ട് ഫ്ലോ ത്രൂ ദ ഡയോഡ്. ഈ ഒരു സിറ്റുവേഷനിൽ ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ നടക്കില്ല. പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ there is always some thermally generated holes in n-type semiconductor and free electrons in p-type semiconductor which are the minority charge carriers. പക്ഷേ തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള ഹോൾസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലും ഫ്രീ ഇലക്ട്രോൺസ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ എപ്പോഴും ഉണ്ടാവും. ദീസ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ഡിപ്ലീഷൻ റീജിയൻ. Due to electrostatic force of a slight reverse voltage, these minority carriers will smoothly flow through the diode. ഇവിടെ റിവേഴ്സ് വോൾട്ടേജ് കാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ഈ മൈനോറിറ്റി കാരിയേഴ്സ് ഡയോഡിലൂടെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്ത് പോകും. ബിക്കോസ് ദ പോളാരിറ്റി ഓഫ് റിവേഴ്സ് ബയസ് ബാരിയർ പൊട്ടൻഷ്യൽ ഡസ് നോട്ട് ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഹോൾസ് ഫ്രം എൻ ടൈപ്പ് ടു പി ടൈപ്പ് റീജിയൻ ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം പി ടൈപ്പ് ടു എൻ ടൈപ്പ് റീജിയൻ. As the number of minority carriers is very few, a tiny current flows from n-type end to p-type end in a diode. ഈ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ടൈനി കറണ്ടാണ് എൻ ടൈപ്പ് എൻ ടു പി ടൈപ്പ് എൻഡിലേക്ക് ഫ്ലോ ചെയ്ത് പോകുന്നത്. ഈ ഒരു ടൈനി കറണ്ടിനെയാണ് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. ഇഗ്നോറിംഗ് ദിസ് ടൈനി കറണ്ട് വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ത്രൂ ദ ഡയോഡ് ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷൻ. ഈ ഒരു ടൈനി റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ കറണ്ട് ഫ്ലോ ഒന്നുമില്ല. കാരണം അത് അത്രയും ചെറുതാണ്, ചെറിയൊരു കറണ്ടാണ്. നമുക്ക് ഡയറക്റ്റായിട്ടത് മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. The PN junction diode is an important element of most electronic devices, from a simple diode to a transistor to a sophisticated integrated circuit. The current I through a PN junction is strongly dependent on the polarity of the applied voltage V. ഈ പി എൻ ജംഗ്ഷനിലൂടെ ഫ്ലോ ചെയ്ത് പോകുന്ന കറണ്ട് അപ്ലൈഡ് വോൾട്ടേജിൻ്റെ പൊളാരിറ്റിനെ സ്ട്രോങ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻ വൺ ഡയറക്ഷൻ ദ കറണ്ട് ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ദ വോൾട്ടേജ്, വൈൽ ഇൻ അതർ ഡയറക്ഷൻ ദ കറണ്ട് അപ്രോച്ചസ് എ വെരി സ്മോൾ വാല്യൂ വിത്ത് ഇൻക്രീസിങ് അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ ഗ്രാഫ് കണ്ടില്ലേ, അതന്നെ സംഭവം. ഫോർവേഡ് ബയസ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് എക്സ്പോണൻഷ്യലി കറണ്ട് നേരെ ഇൻക്രീസ് ചെയ്ത് പോകും. പിന്നെ നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ആകുമ്പോൾ കറണ്ട് ഒരു സ്മോൾ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഒരു ഡിപ്പെൻഡൻസിനെ നമുക്ക് ഷോക്ലി ഡയോഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡയോഡ് ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദ ഇക്വേഷൻ ഈസ് ഗിവൻ ബൈ I = I0 × e⁻μVt−1. ഇവിടെ I എന്ന് പറയുന്നത് ഡയോഡ് കറണ്ടാണ്. I0 is the reverse bias saturation current. V is the voltage across the diode അല്ലെങ്കിൽ junction voltage. Vt is the thermal voltage given by KT/Q, where K is the Boltzmann constant, T is the temperature in Kelvin, and Q is the charge. Then the equation is given by I = I0 × e⁻μVt−1. ഇവിടെ ഈ മ്യൂ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഐഡിയാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് മെഷേഴ്സ് ഹൗ ക്ലോസ്ലി ഡയോഡ് ഫോളോസ് ദ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. ഇത് സിലിക്കണിൻ്റെ കേസിൽ 2 ആയിട്ടും ജെർമേനിൻ്റെ കേസിൽ 1 ആയിട്ടും എടുക്കാം. The reverse saturation current is usually small to be measured directly. An indirect graphical method may be evaluated by taking logarithm of equation 1. ഇവിടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ലോഗറിതം എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ കണ്ട ഇക്വേഷൻ 2 ഇങ്ങനെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ V ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ലോഗ് I. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം.
എന്താ ലോഗ് ഐ വേഴ്സസ് വി ഇങ്ങനെ രീതിയിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇതിൽ കിട്ടുന്ന സ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് ഐഡിയാലിറ്റി ഫാക്ടർ കണ്ടെത്താൻ പറ്റും. ഐഡിയാലിറ്റി ഫാക്ടർ ഇക്വേഷൻ 3 വെച്ച് കണ്ടെത്താം. ഓക്കെ, ദാറ്റ് ഈസ് വെൻ പ്ലോട്ടിംഗ് നാച്ചുറൽ ലോഗ് ഓഫ് കറണ്ട് അഗെയിൻസ്റ്റ് വോൾട്ടേജ് ദ സ്ലോപ്പ് ഗീവ്സ് ക്യൂ ബൈ ന്യൂ കെ ടി. ഈ ഒരു മെത്തേഡ് വെച്ച് കണ്ടെത്താം. അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളത് ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്താണെന്ന് അറിയണം. എ സെമി കണ്ടക്ടർ ഓൾവേസ് പോസസ് ആൻ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ഇറ്റ്സ് വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. For the conduction of electricity, a certain amount of energy is to be given to the electron so that it can jump from valence band to the conduction band. ഈ സെമി കണ്ടക്ടർ എപ്പോഴും അതിനൊരു വാലൻസ് ബാൻഡിന് കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഇടയ്ക്കൊരു എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കും. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണിന് ഒരു എനർജി കിട്ടിയാലേ അതിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദ എനർജി സോ നീഡഡ് ഈസ് ദ മെഷർ ഓഫ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ ഗ്യാപ്പിനിടയിൽ വേണ്ട എനർജീനെയാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളല്ല, ഡയറക്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വേണ്ടത് ദ റിവേഴ്സ് കറണ്ട് സ്ട്രോങ്ലി ഡിപ്പെൻഡ് ഓൺ എ ടെമ്പറേച്ചർ ആൻഡ് ഇസ് ഗിവൻ ബൈ. ഈ റിവേഴ്സ് കറണ്ടിൻ്റെ ഡിപ്പെൻഡൻസ് ഓഫ് ടെമ്പറേച്ചർ ഒരു ഇക്വേഷൻ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനാണ് I0 ഈക്വൽ ടു KT റേസ് ടു M ഇൻറ്റു E റേസ് ടു മൈനസ് VG0 ബൈ ന്യൂ കെ VT. അതുപോലെ ഡയോഡ് ഫോർവേഡ് കറണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ I ഈക്വൽ ടു I0 എന്നുള്ള നേരത്തെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൻ്റെ ആ ഇക്വേഷൻ 5ലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് I ഈക്വൽ ടു KT റേസ് ടു M ഇൻറ്റു E റേസ് ടു Q ഇൻറ്റു V മൈനസ് VG0 ബൈ മ്യൂ KT എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇനി ഈ ഇക്വേഷൻ്റെ ലോഗ് എടുത്താൽ ലോഗ് I ഈക്വൽ ടു ലോഗ് K പ്ലസ് M ലോഗ് T പ്ലസ് Q ഇൻറ്റു V മൈനസ് VG0 ബൈ മ്യൂ KT ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഇതിനെ അറ്റ് കോൺസ്റ്റൻറ്റ് കറണ്ട് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോയാൽ ലാസ്റ്റ് ഫൈനൽ ആൻസർ VG0 ഈക്വൽ ടു V മൈനസ് T ഇൻറ്റു DV ബൈ DT മൈനസ് M ന്യൂ KT ബൈ Q ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇവിടെ സ്ലോപ്പ് ഓഫ് VT കർവ് ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് ജംഗ്ഷൻ വോൾട്ടേജ് ആൻഡ് M ഈസ് ദ ജംഗ്ഷൻ ഗ്രേഡിയൻറ്റ് കോഎഫിഷ്യൻറ്റ് ആൻഡ് VG0 ഈസ് ദ എനർജി ബാൻഡ് ഗ്യാപ്പ്. ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ബാൻഡ് ഗ്യാപ്പ് എനർജി കാണാൻ പറ്റും. അപ്പോൾ ഈ VG0 ആണ് ബാൻഡ് ഗ്യാപ്പ് എനർജി. ഇനി ഈ എക്സ്പെരിമെൻ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് വോൾട്ടേജ് ആൻഡ് കറണ്ട് മെഷർമെൻറ്റ്. ഈ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഡയോഡ് യൂസ് ചെയ്തിട്ട് നമ്മളാദ്യം കറണ്ട് അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുക. പിന്നെ കറണ്ട് കൂട്ടും തോറും വോൾട്ടേജ് എത്ര വരുന്നതെന്ന് വെച്ചാൽ അത് റീഡിങ്സ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു VI ഗ്രാഫ് എന്നിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഒരു ഗ്രാഫ് കിട്ടും. കറണ്ട് അല്ല, കറണ്ട് ലോഗാണ് ഇട്ട് എടുക്കേണ്ടത്. ലോഗ് I ആൻഡ് V ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കിട്ടും. ഈ സ്ലോപ്പ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഐഡിയാലിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറയും. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റായിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. ഡയറക്റ്റായിട്ടും നമുക്ക് എടുക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ആൻഡ് ടെമ്പറേച്ചർ മെഷർമെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഈ ഡയോഡ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് വോൾട്ട് മീറ്ററിലേക്ക് അമ്മീറ്ററിലേക്കോ കണക്ഷൻ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഹീറ്റിംഗ് സോഴ്സ് ഉണ്ടാവും. ഒരു വെള്ളം ചൂടാക്കുക എന്തെങ്കിലും ചെയ്താൽ മതി. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബ് ആ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക, ചൂടുള്ള വെള്ളത്തിലേക്ക്. എന്നിട്ട് അതിനുള്ളൊരു തെർമോമീറ്ററും വയ്ക്കുക. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക. എന്നിട്ട് പിന്നെ ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ജംഗ്ഷൻ വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ അത് നോട്ട് ചെയ്യുക. പതുക്കെ പതുക്കെ ടെമ്പറേച്ചർ കൂടിപ്പോകും തോറും ഈ ജംഗ്ഷൻ വോൾട്ടേജിന് വരുന്ന ചേഞ്ച് നോക്കുക. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു ഗ്രാഫിൽ M ഈക്വൽ ടു 1.5 ഫോർ സിലിക്കൺ ആൻഡ് 2 ഫോർ ജെർമേനിയം എടുത്തിട്ട് നേരത്തെ പറഞ്ഞ ഈ 6th ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ബാൻഡ് ഗ്യാപ്പ് എനർജി കണ്ടെത്താൻ പറ്റും. ഇത്രയുള്ള എക്സ്പെരിമെൻറ്റ്.